ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരാഴ്ച വളരെ എന്താ പറയുക, മാർക്കറ്റിനെ നമുക്കൊരു എത്തും പിടിയും തരാതെ പോയ ഒരാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ച. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. താഴേന്ന് മുകളിലോട്ട് വന്നു, മുകളിൽ നിന്ന് താഴോട്ട് പോയി. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാ നോക്കിക്കേ, കഴിഞ്ഞ ഒരാഴ്ച മാർക്കറ്റ് ഒരു എവിടെ നിന്നാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് എവിടെയാണ്? എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഏകദേശം 29-ആം തീയതി ആയിരുന്നു ഇല്ലേ? 29-ആം തീയതി മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്? ആ ഒരു റേഞ്ചിൽ അവിടെ നിന്ന് ഒരു 10, 50, 100 പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ല. ഇവിടെ എത്രയാണ്? 24, 100 റേഞ്ചിലായിരുന്നു മാർക്കറ്റ്. അവിടുന്ന് വീണ്ടും 10, 200 പോയിന്റ് ഇല്ല, ഈ ഏകദേശം ഒരു 100 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ മാർക്കറ്റ് വീണ്ടും ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു 100 പോയിന്റിൻ്റെ ഒരു കളികൾ മാത്രമേ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ 100-150 പോയിൻ്റ് കളികൾ മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിക്കാണും എന്നൊക്കെ വിശ്വസിക്കുന്നു. എനിവേ, അപ്പോൾ ഈ ആഴ്ച നമ്മൾ മാർക്കറ്റിനെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ ആഴ്ച നമ്മൾ ചിലപ്പോൾ ഒരു ശകലം നീണ്ടുപോകെ. നമ്മൾ ഈ ആഴ്ചത്തെ വരകളെല്ലാം നമ്മൾ വായിക്കുക. നമുക്കിനി ഈ വരകൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 6 മാസമായെന്ന് തോന്നുന്നു നമ്മൾ വരകൾ വരച്ചിട്ട് ഇല്ലേ? 6 മാസം കൊണ്ട് നമ്മൾ ഈ വരച്ച വരകളൊക്കെ തന്നെ വെച്ചാണ് ഇത്രയും നാളും നമ്മൾ ഈ ട്രേഡുകൾ മുന്നോട്ട് കൊണ്ടുപോയത്. ദൈവം സഹായിച്ച് അതൊക്കെ കൃത്യമായിട്ട് വന്നാലും പോയാലും മുകളിലോട്ട് കയറിയാലും താഴോട്ട് കയറിയാലും കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യാറുമുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ വരകളൊന്നും മായ്ക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. പഴയ കാലം മുതലേ വരകൾ മായ്ക്കാതെ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലന്തി പോലെ വേറെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എനിവേ, എന്തായാലും ഞാൻ ഇന്ന് വരകൾ മുഴുവൻ വായിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട വരകൾ മാത്രം നിർത്തിക്കൊണ്ട് പുതിയ വരകൾ നമ്മൾ ചിലപ്പം പുതിയ വരകൾ വരയ്ക്കുമ്പം പഴയ വരകളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം 5, 10, 20, 30 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും. കാരണം കഴിഞ്ഞ 4-5 മാസമായിട്ട് നമ്മൾ വരകളൊന്നും വരച്ചിട്ടില്ല. അപ്പം ആ 5 മാസത്തിന് ശേഷം ചാർട്ടിനകത്തിൽ വന്ന വ്യത്യാസം അതും കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചുകൂടെ കറക്റ്റീവായിട്ട് നമ്മൾ വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വഴിയെ നോക്കാം. അതിന് മുമ്പ് നമുക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഈ ആഴ്ച ഒരു നിർണായകമായ ആഴ്ചയായിരിക്കും. ഈ ആഴ്ച മാർക്കറ്റ് തീരുമാനിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകണോ അതോ താഴോട്ട് വരണോ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്ന ആഴ്ചയായിരിക്കും ഈ ആഴ്ച. എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇറാനിൽ അവരുടെ ഖമേനിയുടെ ഖബറുടെ ശുശ്രൂഷ നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പല കമൻറ്റുകൾ വന്നു, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന്. എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഈ പരിപാടി നടക്കുമ്പോൾ ഇവരുടെ വലിയ നേതാക്കളെയൊക്കെ വധിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളൊക്കെ അടിക്കാം. നടക്കാൻ പോകുന്ന കാര്യമല്ല, വലിയ ഡയലോഗുകളൊക്കെ അടിച്ചു. അപ്പം അതൊക്കെ നമ്മളെന്താ ചുമ്മാ വെറുതെ ചൊറിഞ്ഞ് ഒരു വലുതാക്കാൻ ഞൊണൽ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അതിനെ മാന്തി വലിയ പരുവാക്കുക എന്നുള്ള പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ആര്? ട്രംപ് ചെയ്യുന്നത്. അതിൽ നിന്ന് അങ്ങനെ കാശുണ്ടാക്കുന്നു. ശരിയല്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നത്തിന് വല്ല കാരണമുണ്ടോ? ചുമ്മാതെ നടന്നിരുന്ന ഹോർമൂസ് അതിനെ ഇത്ര കണ്ട് വഷളാക്കിയ ഒരൊറ്റ മനുഷ്യൻ ഈ മനുഷ്യനാണ്. എനിവേ, എന്തായാലും അതുകൊണ്ട് ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായി. പക്ഷേ പുള്ളിയുടെ പോക്കറ്റ് വീർത്തു, അത് വേറെ സത്യം. പക്ഷേങ്കിൽ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക അവസ്ഥ തന്നെ എന്ത് ചെയ്തു? തകിടം മറിയേണ്ട അവസ്ഥ ഈ ഒരൊറ്റ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായി. അപ്പം ഈ ആഴ്ച ഓൾറെഡി ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരാഴ്ച ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ ഒരാഴ്ച ഞങ്ങളൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇതിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ ചർച്ച വരും. കൂടുതൽ ചർച്ചകളിൽ കാര്യങ്ങൾ തീരുമാനമാകും. അവരുടെ ഫ്രോസൺ അസറ്റ്സ് ഒക്കെ വിട്ടുകൊടുക്കുമോ, ഇവരുടെ സാങ്ഷൻസ് വിഡ്രോ ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി നെക്സ്റ്റ് വീക്കിലാണ് വരുന്നത്. അപ്പോൾ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇന്നൊരു ഡയലോഗ് വന്നു പറഞ്ഞാൽ, ഞങ്ങൾ ഈ സീസ് ഫയർ ഓപ്പർച്യൂണിറ്റി, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടിബഹളമൊന്നും ഇല്ലല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പോൾ ഈ സീസ് ഫയർ ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ ആയുധങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ, ഈ പറയുന്ന മിസൈലും ഡ്രോണുകളൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സമയം മുഴുവൻ വിനിയോഗിക്കും എന്ന് പറയുന്ന ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും അണ്ണന് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ഡയലോഗാണിത്. അപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ എന്താ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. നിലവിൽ ഗ്ലോബൽ മാർക്കറ്റ് എവിടെയാണോ മാർക്കറ്റ് അവസാനിച്ചത് ആ ഒരു ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. ക്രൂഡ് ചെറുതായിട്ടൊന്ന് മേലോട്ട് കയറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എങ്കിലും 70-ന് താഴെയാണ്.
വേറെ പ്രത്യേകിച്ച് സംഭവവികാസങ്ങളൊന്നും ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പം നടന്നിട്ടില്ല. അപ്പോൾ ഈ ഖമേനിയുടെ കബറടക്കത്തിന് ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രൂഡ് വില താഴുന്നത് ഇന്ത്യൻ എക്കണോമിക്ക് വളരെ നല്ലതാണ്. ഇനി റിസൾട്ട് സീസണാണ്, ഈ ആഴ്ച റിസൾട്ടുകൾ വരുന്ന ദിവസമാണ്. അപ്പം ഈ റിസൾട്ടുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക്സുകളായാലും IT ആയാലും മറ്റുള്ള കമ്പനികളൊക്കെ ആയാലും ഈ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിന്നുകൊണ്ട് ഈ കമ്പനികളുടെ റിസൾട്ടിനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പം പൊടിപ്പും തൊങ്ങൽ വെച്ച് വളരെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കുകളൊക്കെ ഞങ്ങളുടെ ഔട്ട്കം നല്ലതാണ്, ഞങ്ങളുടെ പിന്നെ ഫ്യൂച്ചർ സെറ്റപ്പ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വളരെ ധാരാളം കമൻറ്റുകൾ പല ബാങ്കുകളെ പറ്റിയും വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള റിസൾട്ട് വരുമ്പോഴേ നമുക്ക് കണ്ടറിയാൻ പറ്റത്തുള്ളൂ. എനിവേ, എന്തായാലും നമുക്ക് ചാർട്ടിനകത്തിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് മുകളിൽ നിന്ന് നമുക്കൊരു ഫോള് കിട്ടി. ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഫോൾ ഉപയോഗിച്ച് ധാരാളം ആൾക്കാരുണ്ട്. എനിവേ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പോൾ നമുക്കിനി ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് കളയാം. പ്രധാനമായിട്ട് നമുക്ക് നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് നമുക്ക് വേണ്ട 1-2 പിന്നെ ലെവലുകളുണ്ട്. എത്രയൊക്കെയാണ് ഇല്ലേ? ഈ 23,800 നമുക്ക് വേണ്ടതാണ് ഇല്ലേ? 24,000 നമുക്ക് വേണ്ടതാണ്. 24,000 നമുക്ക് വേണ്ടതാണ്. പിന്നെ നമുക്കുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 24,340 24,340. ഇത്രയും ലെവലുകൾ നമുക്ക് മതി. നിലവിൽ ഉള്ള വരയ്ക്ക് ധാരാളം വരകളുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഡേയിലോട്ട് ഞാനിത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, ധാരാളം വരകളുണ്ട് കേട്ടോ. ഇതുമാത്രം വരകളാണ്. അപ്പോൾ ഈ വരകളെല്ലാം ഞാൻ മായ്ച്ചു കളയുകയാണ്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഈ ട്രെൻഡ് ലൈൻ നമുക്ക് വേണം. ആ ട്രെൻഡ് ലൈനും കൂടെ നമുക്ക് വരച്ചിട്ടേക്കാം. ആ ട്രെൻഡ് ലൈനും കൂടെ കളയണ്ട. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ കളയണ്ട. ബാക്കി നമുക്ക് വരകളെല്ലാം നമുക്ക് കളയാം. ഈ ട്രെൻഡ് ലൈൻ മാത്രം നമുക്ക് വരയ്ക്കാം. അപ്പം വരകളെല്ലാം ഞാൻ കളയുകയാണ്. വേണ്ടവരൊക്കെ സൂക്ഷിച്ച് വെക്കുക. പക്ഷേ നിങ്ങളിഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ഡൺ, കലാസ്. നമ്മൾ വരകളെല്ലാം കളഞ്ഞു. നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വേണം. ഈ ട്രെൻഡ് ലൈൻ നമുക്ക് കളയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ നമുക്ക് വേണ്ട ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ തന്നെ കടന്നോട്ടെ. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്നുകൂടെ സെറ്റപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ ഞാനൊന്ന് കോപ്പി ചെയ്തൊന്ന് സംഭവം നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. കോപ്പി ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കൊള്ളാം. ഇവൻ ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇവനെ അങ്ങനെ വെച്ചേരെ. നമുക്ക് അതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും ഈ വര അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് വര. ആ ട്രെൻഡ് ലൈൻ നമ്മളവിടെ ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. 24,000 നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 24,000 നമുക്ക് വേണം. അപ്പോൾ 24,000 നമുക്ക് വരയ്ക്കാം. 24,000 ഞാനിങ്ങനെ ലൈവായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമയം പോവും. നിങ്ങൾ 24,000 ഓക്കെ, 24,000 ഇട്ടു. നമുക്കിനി അടുത്ത ഏതാ വേണ്ടത്? 23,800 വേണ്ടത് അല്ലേ? നമുക്കിനി 23,800 വേണ്ടത്. 23,800 ഇതാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ലൈന്. പിന്നെ നമുക്ക് വേണ്ടത് എത്ര വേണം? 24,340 അല്ലേ? 24,340. അപ്പോൾ ഈ 3 ലൈൻ മതി നമുക്ക്. ഈ 3 ലൈനാണ് നമുക്ക് ഡേ വൈസിൽ നമുക്ക് ഉള്ളത്. ഓക്കെ, ഇതും കളഞ്ഞേക്കാം.
ഈ 3 ലൈൻ മതി. ഇത് നമുക്ക് ഡേ ക്യാൻഡിലിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണം. ഈ ഡേ ക്യാൻഡിലൂടെ നമുക്കൊന്ന് എടുത്തേക്കാം. നിങ്ങൾക്ക് കുറച്ച് മുഷ്ടിൽ തോന്നും കേട്ടോ, പക്ഷേ മുഷ്ടിൽ തോന്നിയൊരു കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ഇതൊരു ക്ലാസ് പോലെ തന്നെ ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെൻഡ് ലൈനൊക്കെ വരച്ച് സെറ്റപ്പാക്കി വെച്ചായിരുന്നു ഇവിടെ, അല്ലേ? ഇതാ നോക്കിക്കേ. ഇതിപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ ഡേ വൈസ് നമ്മൾ നോക്കുവാണെന്ന് നമുക്കറിയാം. ഒരു ലോവർ ലോ ഫോർമേഷൻ ആയിരുന്നു ഇത്. ഒരു ലോവർ ലോ ഫോർമേഷൻ കണ്ടോ, അല്ലേ? ലോവർ ലോ ഫോർമേഷൻ വന്നതിന് ശേഷം ഈ ഹൈ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി, ഇല്ലേ? ഒന്നുകിൽ തിരിച്ച് ഇവിടെ അനാഥകാരന് പറഞ്ഞമായിരുന്നു. ഇത് അല്ല, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇപ്പോൾ 24 ഇത് നോക്കുവാണെങ്കിൽ 24,300 മുകളിലാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത്, ഈ റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡേ വൈസിലാണ് പറയുന്നത്. 24,593 എന്ന് പറയുന്നതാണ് ഒരു റീസെൻറ്റ്. ഈ കഴിഞ്ഞ നാളുകളിൽ 2-3 മാസത്തിനിടയിലുള്ള ഒരു റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത് ഈ 24,593. അപ്പം നമുക്ക് ഇനിയും ഒരു അപ്സൈഡ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ പോയിന്റ് മനസ്സിലായി പറഞ്ഞാൽ ഈ 593 പറഞ്ഞ ഈ പോയിന്റ് ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം. മനസ്സിലായി പറഞ്ഞേ? അങ്ങനെ ക്ലോസിങ് കിട്ടിയെങ്കിൽ നമുക്ക് പിന്നെ ഒരു അപ്സൈഡ് റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇപ്പം നിലവിൽ നിൽക്കുന്നത് മാർക്കറ്റ് 24,270 നിൽക്കുന്നത്. 270. ഇനി ഒരു 200-250 പോയിന്റോടെ മുകളിലോട്ട് കയറണം. അപ്പോൾ നമുക്കിതൊരു ബഫർ സോണായിട്ട് നമുക്കിതിനെ കരുതാം, ഒരു ബഫർ സോൺ. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയി ഈ 593,600 മുകളിനടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഡേ ക്യാൻഡിൽ, ഇന്നലെ നാളെ അല്ല മറ്റന്നാൾ ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദറായിട്ട് നമുക്ക് മാർക്കറ്റ് മേലോട്ട് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല, ഇതിനകത്ത് തന്നെ ഈ പറയുന്ന ഈ ക്ലോസിങ്ങിന് താഴെ ആണ് നാളെ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ 23,800 ഒരു പക്ഷെങ്കിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട്. ഞാൻ ഡേ വൈസിൽ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ടോട്ടൽ ഒരു എന്താ പറയുന്നത് മൊത്തത്തിലുള്ള ഒരു സമ്മറി കിട്ടണമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡേ വൈസിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കതും കളഞ്ഞേക്കാം. അപ്പം നമുക്കിനി 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. 5 മിനിറ്റിലോട്ട് ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ 24,340 നമ്മുടെ പഴയ വരയാണ്, ഇല്ലേ? വേണമെങ്കിൽ നമുക്ക് ഈ വര നമുക്കിനി കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഈ ലെവൽ തന്നെ വെക്കാം. ഇത് ഇന്നലത്തെ ഹൈ, ഇത് ഈ 376 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് വെക്കാം. അപ്പോൾ ഇനി ഇപ്പം നമ്മുടെ ലെവലുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ലെവലുകളൊക്കെ, ഇനി അടുത്ത വരകൾ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറകോട്ടൊന്ന് നോക്കാം, എങ്ങനെയുണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ഇനി ആക്ട് ചെയ്യാൻ പോകുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ലൈനാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ലൈൻ വരച്ചത്? ഇവിടെ നോക്കിയാൽ ഇതുണ്ട്. ഇവിടെ പല പ്രാവശ്യം ഈ ഏരിയയിൽ ഇവിടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 24,143 എന്ന് പറയുന്ന ഒരു ലൈൻ നമുക്ക് ഞാൻ ഈ ഒരു വര വരച്ചെങ്കിൽ ഇതൊരു സോണാണ്. ഓക്കെ, ഇതൊരു സോണാണ്. 10, 15, 20 പോയിന്റിൻ്റെ ഒരു സോണാണ് ഈ ലൈന്. മുകളിലോട്ടോ താഴോട്ടോ 10, 20 പോയിന്റിൻ്റെ ഒരു ബഫർ സോൺ നമുക്കിവിടെ കാണും. അപ്പം മാർക്കറ്റ് നാളെ താഴോട്ട് ഇറങ്ങി വരുമ്പം ഈ 24,343 റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായ? ഈ 24,343 റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇവിടെ വന്ന് തിരിച്ചു താഴോട്ട് ഇറങ്ങി വന്നാൽ തിരിച്ചു പോവുമോ, അതോ ഇവിടുന്ന് മുകളിലോട്ട് 24,374 ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നോക്കി കാണാം. അപ്പോൾ ബാക്കി പ്രത്യേകിച്ച് വേറെ ലൈനുകളൊന്നും വരയ്ക്കാനില്ല. 24,143 ശേഷം 24,000 ഇവിടെ കൊണ്ട് പഴയ 23,800 ഉണ്ട്. 23,800 ഇടയിൽ നമുക്കൊരു ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ 23,914. ഇപ്പം നേരത്തെ വരച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാനൊരു ടെമ്പററി ആയിട്ട് ഈ ലൈൻ ടെമ്പററി സപ്പോർട്ടായിട്ട് ഈ ലൈന് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാ ഈ ഏരിയ ഞാനതിന് ടെമ്പററി ലൈനായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതവിടെ അങ്ങനെ കിടന്നോട്ടെ. ഇത് നമുക്ക് കളർ മാറ്റാം, ബ്ലൂ കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊരു ടെമ്പററി ലൈനായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നിലവിലത്തെ വർഷം. അപ്പം ചോദിക്കും, സാറേ 376 മുകളിലോട്ട് പോയാൽ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. 376 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 376 മുകളിലോട്ട് റീസെൻ്റായിട്ട് സംഭവങ്ങളൊന്നും പോയിട്ടില്ല.
ഈ നിങ്ങൾ ഡേ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഡേയിലോട്ട് മാറ്റി നോക്കാം. ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾ ഇത് കണ്ടോ, ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങൾ ശരിക്കും നോക്കണേ, കഴിഞ്ഞ 3 മാസമായിട്ട് മാർക്കറ്റ് എന്താ സംഭവിച്ചേക്കുന്നത്, ഇതിന് മുകളിലോട്ട് പോയിട്ടില്ല. ഈ 24,376 എന്ന് പറയുന്ന പോയിന്റിന് മുകളിലോട്ട് മാർക്കറ്റ്, ഈ ഒരു കോമൺ പോയിന്റാണ്, ഈ പോയിന്റിന് മുകളിലോട്ട് മാർക്കറ്റ് പോയി സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. മനസ്സിലായി പറഞ്ഞു, സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് മുമ്പേ പറഞ്ഞു ഈ ഹൈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വേണം നമുക്ക് അവിടെ കൂടെ ഒരു ലൈൻ വരയ്ക്കാം. ആ ഹൈക്ക് ആ ഹൈയും ദണ്ട് ആ ഹൈയും ദണ്ട് ഈ ലോയും നോക്കിക്കേ, ഈ ലോ കണ്ടോ, ഈ ഡേ വൈസിലാണ്, ഡേ വൈസിൽ ഈ ലോയും ഈ ഹൈയും ക്ലിയർ ആണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ മുമ്പേ അപ്പുറത്ത് പറഞ്ഞാൽ 590 സംതിങ് എങ്ങാണ്ടല്ലേ പറഞ്ഞത്, ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇതിപ്പോൾ നമ്മൾ വരച്ചത് 616 അതിനടുത്താണ് വരച്ചത് അല്ലേ, 616. നമുക്കത് 600 വേണ്ട, അതൊന്നും മാറ്റൊന്നും വേണ്ട, അങ്ങനെ കിടന്നോട്ടെ, 616 കിടന്നോട്ടെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇന്നത്തേക്കുള്ള വര അത്രയും മതി. നാളത്തേക്കുള്ള വര അതിന് മേലോട്ടൊന്ന് മാർക്കറ്റ് പോകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഇൻട്രാഡേ ലൈൻ എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും. കിട്ടിയല്ലേ ക്ലിയറായിട്ട്? ഇതാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഒന്നുകിൽ 143 താഴോട്ട് ഇറങ്ങി വരണം, ഇല്ലെങ്കിൽ 376 വന്ന് ടച്ച് ചെയ്തിട്ട് എന്ത് സംഭവിക്കും നോക്കുക. അതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 616 എന്ന് പറയുന്നൊരു ലൈൻ നമുക്ക് ഉണ്ട്. അതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. തൽക്കാലം ഈ ലൈൻ മാത്രം വരച്ചിടുക. പഴയ ലൈൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരയ്ക്കാൻ നിങ്ങളുടെ ഈ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നിലവിൽ നിഫ്റ്റിയുടെ നിലവിലുള്ള ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച വളരെ നിർണായകമാണ്. ട്രംപിൻ്റെ വായിൽ എന്തെങ്കിലും അല്ലാത്ത ഡയലോഗ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ റിസൾട്ടുകളുടെ സീസണാണ്, പല കാര്യങ്ങളുണ്ട്. അപ്പം മാർക്കറ്റിന് എല്ലാം കൊണ്ടും നിർണായകമായ ഒരാഴ്ചയാണ് ഈ ആഴ്ച. 376 മുകളിലോട്ട് മാർക്കറ്റ് പോയി 616 നിന്നാൽ, 616 നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് റാലി കാണാമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഏത് വരെയാണ് വരച്ചിട്ട് ഈ 830 നമ്മൾ എത്ര നാളുകൊണ്ട് പറയുന്നില്ലേ, 831 കളിക്കുകയാണ്. നമുക്ക് അത് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. ബാങ്ക് കൂടുതൽ ഞാനൊന്നും പറയാനില്ല, വരും ദിവസങ്ങളിൽ ബാങ്കിൻ്റെ റിസൾട്ടുകൾ വരും, അതിനനുസരിച്ചായിരിക്കും ബാങ്കിൻ്റെ പോക്ക് എന്നുള്ള കാര്യം മറക്കല്ല. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഈ അധോഗതി എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലാണ്. ഒരു എല്ലാവരും പമ്പിൽ നിന്നപ്പം മിഡ് ക്യാപ്പ് വൻ റാലി നടത്തി. ആരുടെ ബലത്തിൽ? BSEയുടെ ബലത്തിൽ. ഇപ്പം BSE പതുക്കെ പൊട്ടിത്തുടങ്ങി. ആ പൊട്ടുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, മിഡ് ക്യാപ്പിന് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഹീറോ മോട്ടോകോപ്പും കൂടെ കൂടിയതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ മൂടി തന്നെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ 590 മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ മിഡ് ക്യാപ്പിനകത്തുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ ആരെ നോക്കണം? BSEയും ഹീറോ മോട്ടോകോപ്പിനെ നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് സെൻസെക്സിൻ്റെ കാര്യമാണ്. സെൻസെക്സിൻ്റെ കാര്യം നമുക്ക് ഈ 631 നിലനിർത്തണം. 631 നിലനിർത്തിയെങ്കിൽ നമുക്ക് 78-670 കാണാൻ പറ്റും വരും ദിവസങ്ങളിൽ. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു മുകളിലോട്ടൊരു സെറ്റപ്പ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് കൺഫർമേഷൻ. ഇതാണ് കൺഫർമേഷൻ. ഓക്കെ, ഇതിന് മുകളിലോട്ട് കയറി ഒരു 15 മിനിറ്റ് നേരം സെൻസെക്സ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 670 കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വേറെ ബാക്കി ലെവലുകളൊക്കെ അതുപോലൊക്കെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം പേര് ഇപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ വാക്കുകൾ ദേഷ്യം കൊണ്ടാണ് പല കാര്യങ്ങളും ഞാൻ പലതും പറയുന്നെങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പലരും കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ പഠിച്ചു. പലരും വാശിയോടുകൂടെ സാറേ പച്ച കത്തിക്കും, ഞാൻ സംയമനം പാലിച്ച് ട്രേഡ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന, ദൈവത്തെ വെച്ച് ആണയിട്ട് പറയുന്ന ആൾക്കാർ വരെ, സത്യം ചെയ്ത് അയച്ചു തന്ന ആൾക്കാർ വരെ ഉണ്ട്. എനിക്ക് എല്ലാവരോടും നിങ്ങളെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കളഞ്ഞ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിൽ കളഞ്ഞ പൈസ എങ്കിലും ഇതിനകത്ത് നിന്ന് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്തിൽ അഭിമാനം കൊള്ളും. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ധാരാളം പേര് എനിക്ക് മെസ്സേജും PL ഒക്കെ അയച്ചു തരുന്നുണ്ട്. ഒക്കെ സന്തോഷം. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ PL-നകത്തിലൊന്നും അല്ല കാര്യം. മനസ്സിലായില്ലേ? നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ട്രേഡിനെ, നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രകളെ ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നിങ്ങളെ ഇരിക്കുന്ന കാര്യമാണ്, എൻ്റെ ഇരിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വഴി ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ വഴി കൂടെ എങ്ങനെ സഞ്ചരിക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.